പ്രദേശവാസിയായ ഷാജി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷാജി, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ അപകടം ഏറ്റവും പെട്ടെന്ന് അറിയുകയായിരുന്നു ഷാജി? വിവരങ്ങൾ എന്താണ്? ഷാജിക്ക് കേൾക്കാമെന്ന് കരുതുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്നോ? ഞാൻ സംഭവ സ്ഥലത്തില്ലായിരുന്നു. തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട്. ശബ്ദം കേട്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അന്നേരത്തിന് വണ്ടി മറിഞ്ഞ അന്നേരം റോഡില് മറിഞ്ഞിട്ട് നിരങ്ങി ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു. ക്രാഷ് ബാരിയിൽ നിന്ന് തട്ടി പോകുമായിരുന്നു. ക്രാഷ് ബാരിയർ നല്ല രീതിയിൽ ഉണ്ടാക്കുമായിരുന്നു. ക്രാഷ് ബാരിയർ വണ്ടി നിന്നേനെയായിരുന്നു. ഈ ക്രാഷ് ബാരിയറിന് അത്ര കരുത്ത് പോരായിരുന്നു എന്നാണോ പറയുന്നത്? ക്രാഷ് ബാരിയർ അവരുണ്ടാക്കി അതിന്റെ കുഴിയിൽ ചുമ്മാ അതിന് കാല് നാട്ടി വെച്ചതേ ഉള്ളൂ. അതിന്റെ മണ്ണോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ഒന്നും ചെയ്തില്ല. കോൺക്രീറ്റ് ഇടണമെന്നാണ് പറയുന്നത്. പക്ഷെ കോൺക്രീറ്റ് പോലും ഇടാതെ ചുമ്മാ കുഴിയിലോട്ട് മാത്രം അതിന്റെ കാലിറക്കി വെച്ചിരിക്കുകയായിരുന്നു. ക്രാഷ് ബാരിയർ നല്ലതായിരുന്നെങ്കിൽ ഒരാൾ മരിക്കുകയില്ല, അപകടം സംഭവിക്കില്ലായിരുന്നു. കാരണം റോഡിൽ തന്നെ വണ്ടി നിന്നേനായിരുന്നു. ഈ അപകടം നടന്ന ഉടനെ തന്നെ ഷാജി റോഡിലേക്ക് വന്നു. ആ സമയത്ത് പ്രദേശവാസികളൊക്കെ ഓടിക്കൂടിയോ? വന്നു. ഞാൻ അന്നേരം തന്നെ പോലീസിനെ അറിയിച്ചു, ഫയർഫോഴ്സിനെ അറിയിച്ചായിരുന്നു. അതിനു മുമ്പേ നാട്ടുകാർ അതിനകത്ത് ആള് കുരുങ്ങിക്കിടന്നായിരുന്നു. ജാമായിട്ട് JCB ഒക്കെ ഉപയോഗിച്ച് അവരെ വണ്ടി ഉയർത്തി എടുക്കുകയായിരുന്നു. കുട്ടികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ 33 പേരിൽ? കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം ആശുപത്രിയിലോട്ടാക്കി. സ്ഥലത്ത് എത്ര സമയത്തിനുള്ളിൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി? പോലീസ് വന്ന് അരമണിക്കൂറിനുള്ളിൽ വന്നു. ഫയർഫോഴ്സ് അത് കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് പറഞ്ഞത്. നാട്ടുകാരൊക്കെ ചേർന്നായിരുന്നോ ആദ്യം തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം? അതെ, നാട്ടുകാർ ചേർന്നായിരുന്നു. നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ആശുപത്രിയിൽ ആൾക്കാരെല്ലാം പോയത്. ആംബുലൻസ് വന്ന ആംബുലൻസിൽ കയറ്റിയാണോ ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയത്, അതോ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ തന്നെയും കിട്ടിയ വാഹനങ്ങൾ? ആദ്യമേ ഒരു KSRTC ഉണ്ടായിരുന്നു. KSRTC കയറ്റി കുറച്ചുപേരെ വിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വന്നത്. ഇവിടെ അടുത്ത് സാധാരണ ഇവിടെ ആംബുലൻസ് ഒക്കെ ഉള്ളതായിരുന്നു സീസൺ സമയത്ത്. സീസൺ മാറിയതോടെ ആംബുലൻസ് എല്ലാം മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ RCCന്നും അതുപോലെ തന്നെ 108ന്റെ വണ്ടിയൊക്കെ വന്ന് കൊണ്ടുപോകായിരുന്നു ആൾക്കാർ. ശരി ഷാജി, വളരെ നന്ദി കൂടെ ചേർന്നതിന്, അഭിപ്രായം പങ്കുവച്ചതിന്, അനുഭവം പങ്കുവച്ചതിന്. വിധുകുമാർ ചേരുന്നു, മാതൃഭൂമി ലേഖകനാണ്. ശ്രീ വിധുകുമാർ, സംഭവ സ്ഥലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹലോ, നമസ്കാരം. നമസ്കാരം, പറയൂ. സംഭവം നടന്ന നമ്മുടെ എരുമേലി പമ്പ പാതയിലെ കണമല അട്ടിവളവിലാണ്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഒരു മിനി ബസ് 32 സീറ്റ്. അത് ക്രാഷ് ബാരിയർ തകർത്ത് കുഴിയിലോട്ട് പോയില്ല, മരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഒരാൾ മരിച്ചായിട്ടാണ് വിവരം. ആദ്യം KSRTC ബസ്സിലാണ് കുറച്ചുപേരെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ആംബുലൻസ് കൊണ്ടുവന്നു. അപ്പം മുക്കൂട RCC എരുമേലി കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലോട്ടാണ്. പക്ഷെ പരുക്കാർക്കും വലിയ ഗുരുതരമായിട്ട് പറയുന്നില്ല. ഇപ്പം ബസ് ഇവിടെ ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ നമ്മൾ അറിഞ്ഞിടത്തോളം ഡ്രൈവറുടെ അശ്രദ്ധ ഉറങ്ങിപ്പോയാവാം, അങ്ങനെ ഒരു സൂചന ലഭിക്കുന്നത്. ശരി, വിധുകുമാർ, മാതൃഭൂമി ലേഖകനായ വിധുകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. വളരെ നന്ദി.